ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയം വികസനമോ തൊഴിലില്ലായ്മയോ ഒന്നും തന്നെയല്ല. മറിച്ച് ബംഗാളിയുടെ തീൻമേശയിലെ മീൻകറിയും ചോറുമാണ്. മാച്ചേ ബാധേ ബംഗാളി, അതായത് മത്സ്യവും ചോറുമാണ് ഒരു യഥാർത്ഥ ബംഗാളിയുടെ ജീവൻ എന്ന് പറയും. ഈ വികാരം തന്നെയാണ് ഇപ്പോൾ വോട്ടാക്കി മാറ്റാൻ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത്. BJP അധികാരത്തിൽ വന്നാൽ ബംഗാളികളുടെ ഭക്ഷണ രീതികളിൽ കൈകടത്തുമെന്നും മീനും ഇറച്ചിയും ഒക്കെ ഉപരോധിക്കുമെന്നും ഒക്കെയാണ് മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെയും പ്രധാന ആരോപണം. BJP ഒരു പുറത്തു നിന്നുള്ള പാർട്ടിയായി ചിത്രീകരിക്കാനാണ് അവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ആരോപണത്തെ പൊളിച്ചെടുക്കാൻ BJP സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ക്യാമറകൾക്ക് മുന്നിലിരുന്ന് മീൻകറി കൂട്ടി ചോറുണ്ണുകയും വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വലിയ മീൻ കയ്യിലേന്തി പ്രചാരണം നടത്തുകയൊക്കെയാണ്. ബംഗാളിന്റെ ഭൂപ്രകൃതിയും സംസ്കാരവും മത്സ്യവുമായി അത്രത്തോളം ഇഴചേർന്നിരിക്കുന്നതാണ്. നമ്മുടെ കേരളം പോലെ തന്നെ വിവാഹം മുതൽ ദുർഗാപൂജ വരെയുള്ള ആഘോഷങ്ങളിൽ മത്സ്യവും അവർക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഗോമാംസം ഉൾപ്പെടെയുള്ളവ നിരോധിച്ചു എന്ന തരത്തിലുള്ള വ്യാജ നറേറ്റീവുകൾ സൃഷ്ടിച്ച് അവർ ബംഗാളിലെത്തിയാൽ മീൻകറിയും ചോറും ഇല്ലാതാക്കുമെന്നാണ് തൃണമൂൽ നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. താൻ ദിവസവും 2 നേരം മീൻ കഴിക്കുന്ന ആളാണെന്നും BJPക്ക് ബംഗാളിന്റെ സംസ്കാരം അറിയില്ല എന്നുമാണ് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി ആരോപിച്ചത്. എന്നാൽ ഈ കുപ്രചാരണങ്ങളെ അതേ നാണയത്തിൽ നേരിടുകയാണ് BJP. ബംഗാളികൾക്ക് മീനില്ലാതെ ജീവിക്കാനാകില്ലെന്നും BJP അധികാരത്തിൽ വന്നാൽ ആരും മത്സ്യം നിരോധിക്കില്ല എന്നും സംസ്ഥാന BJP അധ്യക്ഷൻ ശ്യാമിക് ഭട്ടാചാര്യ വ്യക്തമാക്കി. സ്വപൻ ദാസ് ഗുപ്ത, രുദ്രനിൽ ഘോഷ് തുടങ്ങിയ BJP സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിടയിൽ മീനും കൂട്ടി ചോറുണ്ണുന്ന ദൃശ്യങ്ങൾ ജനങ്ങളെ കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാഴ്ച ബിധാൻനഗറിലെ BJP സ്ഥാനാർത്ഥിയായ ഡോക്ടർ ശരദത്ത് മുഖോപാധ്യായുടേതാണ്. തൃണമൂലിന്റെ ആരോപണങ്ങൾ നേരിടാൻ ഒരു പച്ച കട്ട്ല മീനും കയ്യിൽ പിടിച്ചാണ് ഓങ്കോളജിസ്റ്റ് കൂടിയായിട്ടുള്ള ഇദ്ദേഹം വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നത്. ചുരുക്കത്തിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തീൻമേശയിലെ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. തൃണമൂലിന്റെ ഭക്ഷണ നിരോധനമെന്ന ഭീതി വ്യാപാരവും അതിനെ നേരിടാനുള്ള BJPയുടെ ഈ മത്സ്യപ്രിയത്തിന്റെ പ്രകടനങ്ങളുമൊക്കെ വോട്ടർമാർ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. രാഷ്ട്രീയക്കാർ മീൻ കഷ്ണങ്ങൾ വെച്ച് വോട്ട് പിടിക്കുമ്പോൾ ബംഗാളിലെ ജനങ്ങൾ ആരുടെ ചുണ്ടയിലാണ് കൊത്തുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.